പലരുടെയും ആൻസർ പേപ്പർ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അവർ വേസ്റ്റ് കൊട്ടയിൽ ഇട്ടിട്ടുണ്ടായിരിക്കും. ബട്ട് ആക്ച്വലി നമ്മുടെ ആൻസർ പേപ്പർ ഒരു പണിഷ്മെൻ്റ് അല്ല, ഇറ്റ്സ് എ ഗൈഡ്. ഇത് ശരിക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗൈഡാണ്. നമ്മൾ പറയാറുണ്ട് എക്സ്പീരിയൻസ് ഈസ് എ ബെസ്റ്റ് ടീച്ചർ എന്ന്. അങ്ങനെയുള്ളൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൻസർ പേപ്പർ കൊണ്ട് നമുക്ക് പലതും നമുക്ക് നല്ല രീതിയിൽ നമ്മളെ തന്നെ അനലൈസ് ചെയ്യാൻ, സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ സെൽഫ് എക്സാമിനേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പരിശോധിക്കാനുള്ള ഏറ്റവും അടിപൊളിയുള്ളൊരു ടൂളാണ് ഈ പറയുന്ന ആൻസർ പേപ്പർ. ഇപ്പോൾ തന്നെ ആൻസർ പേപ്പർ എടുത്ത് എല്ലാം കൂടി സെറ്റാക്കി വെക്കുക. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. ഇതുപോലത്തെ ധാരാളം ടിപ്സിന് വേണ്ടിയിട്ടും ട്രിക്സിന് വേണ്ടിയിട്ടും ഇനി വരുന്ന ആനുവൽ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം കോണ്ടന്റിന് വേണ്ടിയിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എവിടെയൊക്കെയാണ് മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത് എന്നുള്ളത് കെയർഫുൾ ആയിട്ട് ചെക്ക് ചെയ്യുക. അത് തന്നെ പല രീതിയിലുള്ള മിസ്റ്റേക്ക് ഉണ്ടാകും. ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടാകും. ഇനിയിപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള മിസ്റ്റേക്ക് ഉണ്ടാകും, എഴുത്തിലുള്ള മിസ്റ്റേക്ക് ഉണ്ടാകും, അതുപോലെ തന്നെ പ്രസൻറ്റേഷനിൽ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ള ആൻസർ ടീച്ചർക്ക് കൺവേ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ എവിടെയൊക്കെയാണ് മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത് എന്നുള്ളത് ആദ്യം തന്നെ ചെക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഹൈലൈറ്റർ ഉപയോഗിച്ചുകൊണ്ടോ പലപ്പോഴും നമ്മൾ ഈ ആൻസർ ഷീറ്റിനെ എന്താക്കാറുണ്ട്, മാറ്റി നിർത്താറുണ്ട്. പക്ഷേ ഈ ആൻസർ ഷീറ്റാണ് ഏറ്റവും നല്ലൊരു ഗൈഡ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ഹൈലൈറ്ററൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത് എന്നുള്ളത് പ്രോപ്പറായിട്ട് നമ്മൾ അണ്ടർലൈൻ ചെയ്തുകൊണ്ട് അടുത്ത തവണത്തേക്ക് അത് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പയർ വിത്ത് മാർക്കിംഗ് സ്കീമുമായിട്ട് കമ്പയർ ചെയ്യുക. ഇംഗ്ലീഷിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡയറി എഴുതുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസ്കോഴ്സ് എഴുതുന്ന സമയത്ത് അതിൽ ചിലപ്പോൾ എവിടെയാണ് മാർക്ക് പോയിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു മാർക്കിംഗ് സ്കീം എങ്ങനെയാണ് ഈ ഒരു ആൻസറിന് മാർക്ക് കൊടുക്കുന്നത്. ചിലപ്പോൾ ആ ഡേറ്റ് എഴുതുന്നത് മിസ്സായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലെറ്റർ ആണെങ്കിൽ അതിലെ ഡേറ്റ്, അതുപോലെ തന്നെ അതിലെ സബ്ജക്റ്റ്, ടോപ്പിക്ക്, സാധനം, ആ ഒരു ബോഡി എഴുതുന്നതിൽ എവിടെയാണ് അല്ലെങ്കിൽ ബോക്സ് വരയ്ക്കുന്നതിൽ എവിടെയാണ് നിങ്ങൾക്ക് മാർക്ക് പോയത് എന്നുള്ളത് ടീച്ചറോട് വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആ മാർക്കിംഗ് സ്കീം അനുസരിച്ച് നിങ്ങൾ ചെക്ക് ചെയ്യുക. അത് വളരെ ഇമ്പ്രൂവ് ചെയ്യും. കാരണം അടുത്ത എക്സാമിലേക്ക് കൂടുതൽ പഠിക്കുക എന്നുള്ളതല്ല, എങ്ങനെ ആൻസർ എഴുതണം എന്നുള്ളത് കൂടി നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഈ പറയുന്ന ആൻസർ ഷീറ്റും ടീച്ചറുടെ കയ്യിലുള്ള ആ ഒരു മാർക്കിംഗ് സ്കീമും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആക്ഷൻ പ്ലാൻ ആണ്. ഈ ഒരു ആൻസർ ഷീറ്റ് നമ്മൾ കിട്ടിയതോട് കൂടിയിട്ട് നമ്മൾ ഏത് ടോപ്പിക്കിലാണ് വീക്ക് അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ്, ഒരു സബ്ജക്റ്റിൽ തന്നെ ഏത് ഏരിയയിലാണ് നമ്മൾ വീക്ക് എന്ന് നമുക്ക് തന്നെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു. ആ ഭാഗം നമുക്ക് റിവൈസ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഏത് ഭാഗമാണ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ആ ഒരു സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട ഭാഗം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആക്ഷൻ പ്ലാനോട് കൂടിയിട്ട് നിങ്ങൾ എന്താക്കാം, അടുത്ത വരുന്ന ആനുവൽ എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇനി വരുന്ന ആനുവൽ എക്സാമിന് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈലത്തിൻ്റെ എൻഡ് ഗെയിം ബാച്ചുകൾ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ഈ കാണുന്ന നമ്പർ ഉപയോഗിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഓരോ ദിവസവും ലൈവ് ക്ലാസ്സുകളും റെക്കോർഡർ ക്ലാസ്സുകളും അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ്സുകളുമായിട്ട് ഒരു മോഡൽ എക്സാം ഒക്കെ എഴുതിയിട്ട് സെറ്റായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. സോ എത്രയും പെട്ടെന്ന് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് എത്രയാണെന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു ആൻസർ ഷീറ്റ് കിട്ടിയുള്ള ഫ്രണ്ട്സിനൊക്കെ എന്താക്കുക, ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. നമുക്ക് ഇനിയുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.